പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാർ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഭക്തിയോടെ ബലിയർപ്പിക്കാം. നമ്മുടെ കൂടെ ധാരാളം അച്ഛന്മാർ ഇന്നുണ്ട്. അച്ഛന്മാർക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. അവരുടെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ 25 വർഷം പൂർത്തിയാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർ മരിയ സന്നിധിയിൽ നന്ദി സൂചകമായിട്ട് കൂടിയാണ് അവർ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് അച്ഛന്മാർക്ക് വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് വിശുദ്ധ സ്കൊളാസ്റ്റിക്കായുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. ദൈവമഹത്വത്തിന് വേണ്ടി എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സഹോദരി കൂടിയാണ്. എല്ലാറ്റിലും ദൈവം മഹത്വപ്പെടട്ടെ. അതവരെപ്പോഴും പറഞ്ഞിരുന്നു, എല്ലാറ്റിലും ദൈവം മഹത്വപ്പെടട്ടെ. നമുക്കിന്ന് പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഈ പരിശുദ്ധ ബലിയർപ്പണം വഴി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഒരാളെ കാണുമ്പോൾ, ഒരു പുരോഹിതനെയോ അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന മാതാപിതാക്കളെയൊക്കെ നമ്മൾ കാണുമ്പോൾ കുട്ടികളിൽ നമ്മൾ പഠിപ്പിക്കുന്നൊരു രീതിയാണ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ വ്യക്തിയിലൂടെ അല്ലെങ്കിൽ ഇന്ന കാര്യത്തിലൂടെ ഈശോയ്ക്ക് സ്തുതി ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ അർത്ഥം. നമ്മൾ കാണുന്ന വ്യക്തികളിലൂടെ ഈശോയ്ക്ക് സ്തുതി ഉണ്ടാകട്ടെ. നമുക്കിന്ന് അർപ്പിക്കുന്ന ഈ പരിശുദ്ധ ബലിയർപ്പണത്തിലൂടെ, ഇവിടെ നമ്മൾ നടത്തുന്ന ഈ തീർത്ഥാടനത്തിലൂടെ, മരിയ ഭക്തിയിലൂടെ ഒക്കെ എല്ലാറ്റിലും ദൈവം മഹത്വപ്പെടട്ടെ. നമുക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടാകട്ടെ. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താതിരുന്ന നിമിഷങ്ങൾ, ചിലപ്പോൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടുള്ള ഒരവസരമായിരുന്നു. പരിശുദ്ധ ബലിയർപ്പിക്കാതിരുന്നപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടുള്ള വലിയൊരു അവസരമാണ് നമ്മൾ കളഞ്ഞത്. കൂടെ കുമ്പസാരിക്കാതിരുന്നപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടുള്ള ഒരവസരമാണ് നമ്മൾ കളഞ്ഞത്. നമുക്കതിനെല്ലാം ഓർത്ത് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ ആയ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ.
കനിയണമേ കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കന്യകയായ വിശുദ്ധ സ്കൊളാസ്റ്റിക്കയുടെ സ്മരണ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പുണ്യവതിയുടെ മാതൃകയാൽ നിഷ്കളങ്കമായ സ്നേഹത്തോടെ അങ്ങയെ ഞങ്ങൾ ശുശ്രൂഷിക്കുകയും അങ്ങേ സ്നേഹത്തിൻ്റെ ഫലം സന്തോഷത്തോടെ ഞങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിനെ രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി, ഒന്നാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിധാനമുണ്ടാകട്ടെ. അത് ജലത്തെ രണ്ടായി തിരിക്കട്ടെ. ദൈവം വിധാനമുണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിധാനത്തിന് അവിടുന്ന് ആകാശമെന്ന് പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി, രണ്ടാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, ആകാശത്തിന് കീഴിലുള്ള വെളിച്ചമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ. കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. കരയ്ക്ക് ഭൂമിയെന്നും ഒരുമിച്ച് കൂടിയ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു. അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അരുളി ചെയ്തു, ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്ത് ഉൾക്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുകൾ ഫലങ്ങളോട് കൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, മൂന്നാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ. അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ. ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശവിധാനത്തിൽ ദീപങ്ങളായി നിൽക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ദൈവം 2 മഹാദീപങ്ങൾ സൃഷ്ടിച്ചു. പകലിനെ നയിക്കാൻ വലുത്, രാത്രിയെ നയിക്കാൻ ചെറുത്. നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. ഭൂമിയിൽ പ്രകാശം ചൊരിയാനും രാവിനെയും പകലിനെയും നിയന്ത്രിക്കാനും വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കാനും ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, നാലാം ദിവസം. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. കർത്താവ് തന്റെ സൃഷ്ടിമേൽ ആനന്ദിക്കട്ടെ. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. വസ്ത്രം എന്ന പോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു. കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. കർത്താവ് തന്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. അവിടുന്ന് ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ ഉറപ്പിച്ചു. അത് ഒരിക്കലും ഇളകുകയില്ല. അവിടുന്ന് വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് അതിനെ ആവരണം ചെയ്തു. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. കർത്താവ് തന്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. കർത്താവ് തന്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. അവിടുന്ന് താഴ്വരകളിലേക്ക് ഉറവളെ ഒഴുക്കുന്നു. അവ മലകൾക്കിടയിലൂടെ ഒഴുകുന്നു. ആകാശപ്പറവുകൾ അവയുടെ തീരത്ത് വസിക്കുന്നു. മരക്കൊമ്പുകൾക്കിടയിലിരുന്ന് അവ പാടുന്നു. കർത്താവ് തന്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. കർത്താവ് തന്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ സൃഷ്ടികൾ
എത്ര വൈവിധ്യപൂർണ്ണങ്ങളാണ്! ജ്ഞാനത്താൽ അങ്ങ് അവയെ നിർമ്മിച്ചു. ഭൂമിയെ അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. കർത്താവ് തന്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും കടൽ കടന്ന് ഗനേസറത്തിലെത്തി വഞ്ചി കരയ്ക്ക് അടുപ്പിച്ചു. കരയ്ക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു. അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവനുണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻപുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തിയിരുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്കു സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഗനേസറത്ത് ഇതൊരു വലിയൊരു സംഭവമാണ് അവിടെ നടന്നത്. ഇതിലെ ആളുകളൊക്കെ സൗഖ്യം പ്രാപിച്ചു. ഈ ആളുകൾ ഈശോയെ തിരിച്ചറിഞ്ഞു. ഈശോയെ തിരിച്ചറിഞ്ഞിട്ട് കരക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു. അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവനുണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഇല്ലേ, വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്തേ. ചില ആളുകൾ തിരിച്ചറിഞ്ഞു ഈശോ അവിടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. എന്നിട്ട് അവർ ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് കൊണ്ടുവന്നു. ഇത് നമ്മളാണെങ്കിൽ രോഗികളെടുക്കാൻ പോവോ, നമ്മൾ അനുഗ്രഹം വാങ്ങിക്കാൻ പോവോ? നമ്മളെന്ത് ചെയ്യും? അപ്പം ഇതാണ് ആ ഗനേസറത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവിടെ അത്ഭുതം നടന്ന, അല്ലെങ്കിൽ ദൈവമഹത്വത്തിന് ഒരു വലിയ കാര്യം അവിടെ നടന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്താണ് ഇവരെ ഇങ്ങനെ പ്രേരിപ്പിച്ചത്? രോഗികളെ കിടക്കയിലെടുത്ത്, ഇനി അവർക്ക് ഈശോ ഉണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക്, അതായത് ഈശോ അവിടെ ഉണ്ടെന്ന് അവർക്ക് നിശ്ചയമില്ല. ഇപ്പോൾ ഒരു രോഗി എടുത്തിട്ട് നമുക്കറിയാം, ഇപ്പോൾ അവിടെ മെയിൻ ബസിലിക്കയുടെ അടുത്ത് വരെ ചെല്ലണമെന്നറിയാമെങ്കിൽ നമുക്ക് മനസ്സിൽ കാൽക്കുലേഷൻ ഉണ്ട്, എവിടം വരെ എത്ര ദൂരം നടക്കണം എന്നും. ഇത് ഉണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് അപ്പോൾ അവർക്കറിയില്ല. അവർ ഈ ഒരു പണി എടുക്കുമ്പോൾ നമുക്ക് വേണ്ടായിരുന്നു, വല്ലാത്ത പൊല്ലപ്പാണ് തലേ കയറ്റി വെച്ചത് എന്നൊക്കെ ചിന്തിക്കാം. അപ്പോൾ ഉണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക്, ഇനി ഈശോ കടന്നു പോകുന്ന വഴിയിലായിരിക്കണം, പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് കിടത്തി. അപ്പോൾ അങ്ങനെ പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് കിടത്തുമ്പോഴും വരുന്നതിങ്ങനെ നോക്കിയിരിക്കണം. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഓരോ രോഗികൾ എടുത്തുകൊണ്ട് വരികയല്ലേ, വഴിയിലിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. വീട്ടിൽ കൊണ്ട് തിരിച്ചേൽപ്പിക്കണ്ടേ, അല്ലെങ്കിൽ കണക്ക് കൊടുക്കണ്ടേ, ഉത്തരവാദിത്തപ്പെട്ടവരെ ബോധിപ്പിക്കണ്ടേ. അപ്പോൾ അവിടെ കൂടെ നിൽക്കണം. എന്തിനാണ് ഇവരിങ്ങനെ റിസ്ക് എടുത്തത്? ഈ മനുഷ്യർ ഇതാരാണെന്ന് പറയുന്നില്ല, ആളുകൾ എന്നാണ് പറയുന്നത്. ആളുകൾ കരക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു.
അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവനുണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഇനി ഇത് മാത്രമല്ല അവർ ചെയ്തത്. ഞങ്ങളുടെ പണി കഴിഞ്ഞു എന്ന് കരുതി അതവിടെ കൊണ്ടുവന്നിട്ട് അവിടെ കൈയും കെട്ടി നിന്നതല്ല. അവരപേക്ഷിച്ചു എന്ന് പറയും. എനിക്ക് തോന്നുന്നില്ല രോഗികൾ അപേക്ഷിച്ചതായിട്ട് ചിലപ്പോൾ സാധിക്കണമെന്നില്ല. കാരണം വയ്യാത്തവരല്ലേ, അവരെങ്ങനെയാണ് ഈശോയുടെ പുറകെ നടന്ന് അപേക്ഷിക്കുക? അപ്പോൾ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലം കിടത്തിയിരുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചു. ഈശോയെ, ഇവരെ നോക്കാതെ പോകല്ലേ ഈശോയെ, ഇവരൊന്ന് തൊട്ടിട്ട് പോ, ഞങ്ങൾ എന്തായാലും കൊണ്ടുവന്നതല്ലേ, ഇവരൊന്ന് സ്പർശിച്ച് ഇവരെ സുഖപ്പെടുത്തിയിട്ടൊന്ന് കൊണ്ടുപോയി ഈശോയെ. അങ്ങനെ സംസാരിക്കുകയും ചെയ്തു. പണിയെടുക്കുക മാത്രമല്ല, പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്ന് വിശുദ്ധ സ്കൊളാസ്റ്റിക്കായുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സഹോദരിയാണ്. ഇവർ രണ്ടുപേരുടെ ഒരു ആപ്തവാക്യമുണ്ട്. അവരെപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഓറ എത്ത് ലബോറ, ഓറ എത്ത് ലബോറ. പ്രാർത്ഥിക്കുക, പണിയെടുക്കുക, പ്രാർത്ഥിക്കുക, പണിയെടുക്കുക. അപ്പോൾ ഈ ഒരു സംഭവം ഗനേസറത്തിലെ വലിയ അത്ഭുതത്തിൻ്റെ പിന്നിലുള്ള ഒരു കാര്യവിധ. അവർ പ്രാർത്ഥിച്ചു പണിയെടുത്തു. അവർ പ്രാർത്ഥിച്ചു പണിയെടുത്തത് കൊണ്ടാണ് അവർക്ക് വലിയൊരു അത്ഭുതം അവിടെ കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ സ്കൊളാസ്റ്റിക്കൊക്കെ അവർ രണ്ടുപേരും പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ഞാൻ ആമുഖത്തിൽ പറയാൻ ശ്രമിച്ചു, എല്ലാറ്റിലും ദൈവം മഹത്വപ്പെടട്ടെ, എല്ലാറ്റിലും ദൈവം മഹത്വപ്പെടട്ടെ. അപ്പോൾ ഇവർ എന്തിനാണിതിങ്ങനെ ചെയ്തത്? ഗനേസറത്തിലെ ആളുകൾ എന്തിനാണ് ഈ കഷ്ടപ്പാടെല്ലാം ഏറ്റെടുത്തത്? അവർ ഓടി നടന്ന് ഈ ആളുകളെയൊക്കെ കൊണ്ടുവന്നത് എന്തിനാ? ആ രോഗികൾക്ക് വേണ്ടിയിട്ട് കാത്തുകെട്ടി നിന്ന വഴിയിലെ പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് നിരത്തി കിടത്തിയിട്ട് അവർക്ക് വേണ്ടി കൂടെ നിന്ന് കാത്തുന്നത് എന്തിനാ? അവർ കാത്തു നിന്നിട്ട് ഈശോയോട് ഇവരെ തൊടണമേ, ഇവരെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് സ്പർശിക്കാൻ കർത്താവേ ഇവരൊന്ന് അനുവദിക്കണമേ എന്ന് പറഞ്ഞത് എന്തിനാ? ഞാൻ വിചാരിക്കുകയാണ് ദൈവം മഹത്വപ്പെടണം, ദൈവം മഹത്വപ്പെടണം. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ദൈവം മഹത്വപ്പെടണം, എല്ലാവരും അറിയണം, ഈ ദൈവത്തെക്കുറിച്ച് അറിയണം. അതുകൊണ്ടാണ് സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിച്ചത്. അതാണ്, സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിച്ചു. ഈ ഒരു ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടാണത് സംഭവിച്ചത്. നമുക്കറിയാം, ഇങ്ങനെ ബൈബിളിൽ ഇങ്ങനെ ഇതിന് എതിരായിട്ടുള്ള ഈ ഒരു ആശയത്തിന് എതിരായി പ്രവർത്തിക്കുന്നവരെയും കാണാം, ഇതിന് അനുകൂലമായിട്ട് പ്രവർത്തിച്ചവരെയും കാണാം. ഈ ബർത്തമയോസ് ഒച്ചത്തിൽ ഇങ്ങനെ വിളിക്കുമല്ലോ, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ്. അപ്പോൾ കുറേ പേര് നിശബ്ദരായിരിക്കാം, മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞ് അവനെ ഒച്ച അടപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ കൂടുതൽ ഒച്ചത്തിൽ വിളിച്ചു. അപ്പോൾ കുറച്ച് പേര് വന്നിട്ട് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്ക്, യേശു നിന്നെ വിളിക്കുന്നു. ഇത് പറയുന്നത് നോക്കിക്കേ, അവിടെ ഒരു അത്ഭുതം നടക്കണം, അവിടെ ദൈവം മഹത്വപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മിണ്ടാതിരിക്കെന്ന് പറയുന്നവർ ദൈവമഹത്വം ആഗ്രഹിച്ചിട്ടില്ല. ഇനി നല്ല കള്ളനും മറ്റേ കള്ളനും അതൊന്ന് ധ്യാനിച്ച്, നല്ല കള്ളന് മുൻപ് അല്ല, അവനെന്താ പറഞ്ഞു, നീ കുരിശിൽ നിറക്കി ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറയുന്ന ആ കള്ളനോട് നല്ല കള്ളൻ പറയുന്നത്, ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവനൊരു കിട്ടിയ ചാൻസ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനായിട്ടുള്ള വർത്തമാനങ്ങൾ അവൻ പറഞ്ഞു. അതാണ് നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമ്മൾ എന്താ ശ്രദ്ധിക്കുന്നത്? നമ്മളൊരു ദൈവമഹത്വമാണ് ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒരു നന്മയും സംഭവിക്കരുത് എന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? ഭൗതിക മേഖലയിലെടുത്താലും ആത്മീയ മേഖലയിലെടുത്താലും നമുക്കത് മനസ്സിലാകും. ഇനി അങ്ങനെ നെഗറ്റീവ് പറഞ്ഞവർ കുറേ പേരുണ്ട്. അങ്ങനെ കാനാൻകാരി സ്ത്രീ ഈശോയുടെ പുറകെ നടന്ന് അവളുടെ മകൾ പിശാച് ബാധിച്ചിരിക്കുകയാണല്ലോ, എൻ്റെ മകളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പുറകെ നടക്കുമ്പോൾ ഈശോ മൈൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ഈശോ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് വേണമെങ്കിൽ പറയാം, അവൾ പാവാണ് ഈശോയെ, അവൾക്കൊന്ന് കൊടുത്തേക്ക് എന്ന് പറയുന്നതിന് പകരം അവരെന്താ പറഞ്ഞതെന്നറിയാവോ? ലൂക്കായുടെ സുവിശേഷം അല്ല മത്തായിയുടെ സുവിശേഷം 15-23 വാക്യം, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് ശല്യം ചെയ്യുന്നല്ലോ എന്ന്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആറ്റിറ്റ്യൂഡ് നോക്കിക്കേ, നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയും ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരു പാപിനിയായ സ്ത്രീ ഒരു ഫരിസേയൻ്റെ വീട്ടിൽ അവൾ കാല് കഴുകാൻ ചെന്നപ്പോൾ ഫരിസേയൻ സ്വഗതമായിട്ട് പറഞ്ഞു. സ്വഗതം പറയുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അടക്കം പറച്ചിൽ, ഇപ്പം വന്നേക്കണം, വേറെ പണിയൊന്നുമില്ല, ഇപ്പം വന്നേക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. ഇതൊരു ഉദാഹരണത്തിന് പറഞ്ഞു. അങ്ങനെ കുറേ മേഖലകളുണ്ട്.
അപ്പോൾ അവൻ സ്വഗതമായിട്ട് പറഞ്ഞു, ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയാണെന്നും അറിയുമായിരുന്നു. ഇവളൊരു പാപിനിയാണല്ലോ. നമ്മളാണെങ്കിൽ ആ കൊച്ച് രക്ഷപ്പെട്ടോട്ടെ, അവൾ ഇത്രയും നാളൊരു ദുരിതത്തിൽ ജീവിക്കുകയായിരുന്നു, അവൾ ഇനിയെങ്കിലും ഒന്ന് സമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്ന് പറയാമായിരുന്നില്ലേ? അപ്പം ഈ ഫരിസേൻ എന്താ പറഞ്ഞത്? സ്വഗതമായിട്ട് പറഞ്ഞത്. ഇനി ഇളയ മകൻ തിരിച്ചു വന്നപ്പോൾ സഹോദരനോട് നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ മൂത്ത മകൻ അവൻ എന്ത് പറയുമായിരുന്നു? ആ പിതാവെ, നല്ല കാര്യമായി, അവൻ വന്നല്ലോ, പിതാവ് ചെയ്തത് നല്ല കാര്യമായി, നമുക്കൊരു ഇത്ര നാളായി അവനില്ലാതെ ഉറങ്ങാൻ പറ്റണില്ലായിരുന്നു എനിക്ക്, ഇനി എനിക്ക് അവനെ ഓർത്തിട്ട് എനിക്ക് സങ്കടമായിട്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നതിന് പകരം അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. അവൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എത്ര നാളായി നിൻ്റെ കൂടെ നിൽക്കുന്നു, എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ, അവന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോഴൊക്കെ ചെയ്യുന്നത്. കാരണം ദൈവം മഹത്വപ്പെടാനായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി വിലങ്ങുതടിയായി നിൽക്കുന്നത് കണ്ടോ? ഇനിയും അങ്ങനെ ഒരാൾ അവിടെ നിന്നിട്ട് യേശുനാമത്തിൽ പിശാചുക്കളൊക്കെ യേശുനാമത്തിൽ വിട്ടുപോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരാളങ്ങനെ സുവിശേഷ പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാന് പിടിച്ചില്ല. യോഹന്നാൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അവനെ തടഞ്ഞു. ഈശോയോട് പോലും ചോദിച്ചിട്ടില്ല, ഈശോയെ എന്ത് ചെയ്യണം, ഈശോയെ അങ്ങനെ ഒരാൾ അവിടെ നിന്ന് ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നീ പറഞ്ഞിട്ടാണോ അത് വന്ന് ചെയ്യുന്നത്, നിനക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാതെ അവിടെ തന്നെ അപ്പം തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ്, ഞങ്ങൾ അവനെ തടഞ്ഞു. കാരണം എന്താണെന്നറിയാവോ? ഞങ്ങൾ വിളിച്ചിട്ട് കൂടെ വന്നില്ല. യേശുനാമത്തിൽ സുവിശേഷ വേല ചെയ്യുന്നയാൾ ഞങ്ങൾ പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവനെ ബ്ലോക്ക് ചെയ്തു. അവൻ ചെയ്തെന്തിനാ? ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവൃത്തിയെ അവൻ തടഞ്ഞു. നമ്മളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ഈ ഒരു വിഷയം നമ്മൾ ധ്യാനിക്കുന്നില്ല. നമ്മളും എനിക്ക് കിട്ടിയില്ല, ഇനി അവനും കിട്ടണ്ട, അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റവൻ കുറച്ചങ്ങ് കൂടുതൽ അങ്ങോട്ട് വളർന്നു വരുമ്പോൾ നമുക്കൊരു അസൂയ, അതങ്ങനെ വരുന്നുണ്ടോ? ദൈവം മഹത്വപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം നമ്മുടെ ഒരു സ്വാർത്ഥ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ഒരു നന്മ വരാൻ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, പ്രിയ ദൈവ പൈതലെ, നീ തന്നെയാണ് നിന്റെ ബ്ലോക്ക്. അതുകൊണ്ടാണ് ഈശോ സഭ, വിശുദ്ധ ഫ്രാൻസിസ് സേവറും വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളൊക്കെ ഉൾപ്പെടുന്ന ഈശോ സഭയിലെ അവർ എടുത്തിരിക്കുന്ന ഒരു ആപ്തവാക്യം ഇതാണ്: അത് മയോറേം ദൈ ഗ്ലോറിയാം, അത് മയോറേം ദൈ ഗ്ലോറിയാം. എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി. അവരുടെ സുവിശേഷ വേല, അവരുടെ സമൂഹത്തിൻ്റെ, ജസ്യൂട്ടൻ സമൂഹത്തിൻ്റെ ആപ്തവാക്യമാണ് ADMG എന്ന് പറഞ്ഞിട്ട് അതിന് ഷോർട്ട് ഫോം നിങ്ങൾ ചിലപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ADMG എന്ന് നിങ്ങൾ കാണാം. അപ്പോൾ അത് മയോറേം ദൈ ഗ്ലോറിയ, ഇത് ലാറ്റിനാണ്. ഇത് ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ്. ഞാൻ കണ്ടിട്ടുണ്ട് ചില മെത്രാമാർ ബിഷപ്പ് സോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിൽഡിങ് പണിത് കഴിയുമ്പോൾ അത് എഴുതി വെക്കും, അതിൻ്റെ മുകളിൽ എഴുതി വെക്കും ADMG എന്ന് എഴുതി വെക്കും. ഇത് ദൈവമഹത്വത്തിന് വേണ്ടി പണിതതാണ്, ഇത് എൻ്റെ സാമർത്ഥ്യം കാണിക്കാൻ വേണ്ടി പണിതതല്ല, ഇത് ദൈവമഹത്വത്തിന് വേണ്ടി പണിതാണ്. വീട് പണിയുമ്പോൾ നിങ്ങൾക്ക് എഴുതി വെക്കാം, ഇത് ദൈവമഹത്വത്തിന് വേണ്ടി പണിതതാണ്. നല്ലൊരു കാര്യം പരീക്ഷ പാസ്സായി കഴിയുമ്പോൾ ഇത് ദൈവമഹത്വത്തിന് വേണ്ടി സംഭവിച്ചതാണ് എന്ന് പറയാം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15:8 നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. ഇന്ന് ഗനേസറത്തിൽ ഇത്രയും വലിയ അത്ഭുതം സംഭവിക്കാൻ കാരണം അവർ ദൈവമഹത്വത്തിന് വേണ്ടി ആ വലിയ പ്രവൃത്തി ചെയ്തത് കൊണ്ടാണ്. അവരത് വിചാരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അവരെ ഉള്ളിൽ നിന്ന് അത് ചെയ്തപ്പോൾ അത് ദൈവം മഹത്വപ്പെട്ടു. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് ഇവിടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിൽ, ഈ മരിയൻ സ്കൂളിൽ 1-2 ദിവസം നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഇത് പരിശീലനത്തിന് സമയമാണ്. ഇവിടെ നിങ്ങൾക്ക് ദൈവമഹത്വത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ സാധിക്കട്ടെ. ദൈവത്തിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പോലും ചെയ്യരുത്. അതുവഴി ദൈവം മഹത്വപ്പെടുന്നില്ല, പിശാചാണ് മഹത്വപ്പെടുക. നിങ്ങൾ പിശാചിനെ മഹത്വപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ നിങ്ങൾ നിങ്ങളുടെ അത്ഭുതം കാണും. നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായിട്ട് കിടക്കുന്ന കുറേ മേഖലകൾ തുറന്നു കിട്ടും. നിങ്ങളിപ്പോൾ വിചാരിക്കുക അതൊന്നും നടക്കില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് നടക്കും. നമുക്കതുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ഈസ്റ്ററിനൊക്കെ ഒരുങ്ങുന്ന സമയമാണല്ലോ.
ഏപ്രിൽ 20-നാണ് ഈസ്റ്റർ. കല്ലറ പിളർന്ന് പുറത്തു വരുന്ന ഉത്ഥിതനായ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യം ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇപ്പോഴേ പ്രാർത്ഥിച്ച് തുടങ്ങിക്കൂടെ? ഈശോയെ, ഈ വരുന്ന ഈസ്റ്റർ അങ്ങനെ വെറുതെ ഒരു ഈസ്റ്റർ ആകരുത്. എനിക്കത് അത്ഭുതത്തിൻ്റെ ഒരു ഈസ്റ്ററായി മാറണം. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഉദ്ധിതൻ്റെ ശക്തി പ്രകടമാകുന്ന ഒരു ഈസ്റ്ററാക്കി മാറ്റിത്തരണേ കർത്താവേ. പരിശുദ്ധമ്മേ, കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. പരിശുദ്ധമ്മേ, ഞങ്ങളൊന്ന് സഹായിക്കണമേ. ആമേൻ. ജീവിതം കാഴ്ചയായി നൽകാൻ യേശുവിൻ കൈകളിൽ നൽകാം. ഈ ജീവിതം കാഴ്ചയായി നൽകാൻ യേശുവിൻ കൈകളിൽ നൽകാം. ജീവന്റെ ജീവന് കരുതിയതെല്ലാം, ജീവനു തുല്യം സ്നേഹിച്ചതെല്ലാം സ്നേഹസമ്മാനമായി നൽകാം. ഒരു സ്നേഹ സമ്മാനമായി നൽകാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, കന്യകയായ വിശുദ്ധ സ്കോളാസ്റ്റിക്കയിൽ അങ്ങേ വിശ്വസനീയ കർമ്മങ്ങൾ പ്രഘോഷിച്ചുകൊണ്ട് അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ വിശുദ്ധയുടെ പുണ്യയോഗ്യതകൾ അങ്ങേക്ക് സ്വീകാര്യമായ പോലെ ഞങ്ങളുടെ ശുശ്രൂഷ ദൗത്യം അങ്ങേക്ക് സ്വീകാര്യമായി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ച വിശുദ്ധരിൽ അങ്ങേ വിസ്മയനീയമായ പരിപാലനം ആഘോഷിക്കുന്നത് സമുചിതമാണ്. അങ്ങനെ മനുഷ്യപ്രകൃതിയെ ആദ്യോത്ഭവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് തിരികെ വിളിക്കുകയും നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് അങ്ങാനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന
ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന്
ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ള ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കി
ലോകത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ദിവ്യദാനങ്ങളിൽ പങ്കുചേർന്ന് പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ സ്കൊളാസ്റ്റിക്കയുടെ മാതൃകയാൽ യേശുവിൻ്റെ പരിത്യാഗം ഞങ്ങളുടെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അങ്ങയോട് മാത്രം ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.